അല്ല, വളരെ ഗുരുതരമായ ആരോപണമാണ്. കൊലപാതകം നടത്തിക്കുന്ന ADGP, അതിന് പിന്തുണ കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, കാല് പിടിക്കുന്ന SP, ഗുണ്ടാ സംഘം പോലും നാണിച്ചു പോകുന്ന തരത്തിൽ പെരുമാറുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതിന് സംരക്ഷണം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വം, ഒരു CPM MLA, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു MLA ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ആരോപണങ്ങളാണ്. പ്രതിപക്ഷം കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്നൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന ഞങ്ങളുടെ ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞു. നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണ്. ഇപ്പോഴെന്താ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കടത്ത് നടത്തിയത് ഒളിച്ചു വയ്ക്കാൻ വേണ്ടി ഒരാളുടെ കൊലപാതകം നടത്തി. അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോടുകൂടി അയാളെ കൊലപാതകം നടത്തുന്നു ADGP. സ്വർണം പൊട്ടിക്കൽ സംഘവുമായും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന സംഘവുമായും വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട്. അതാണ് ഗുരുതരമായ ആരോപണമാണ്. ഈ ആരോപണം നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ജയിലിലായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതിൻ്റെ പേരിൽ ജയിലിലായ ഒരാണ്. അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത് മുഴുവൻ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്നാണ് CPMൻ്റെ MLA പറയുന്നത്. മാത്രമല്ല, BJPയെ സഹായിക്കുകയാണ് ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP ചെയ്യുന്നത്. ഇപ്പോൾ EP ജയരാജനെതിരായിട്ടുള്ള ആരോപണം എന്തായിരുന്നു? BJPയുമായി ബന്ധമുണ്ട് അല്ലേ? അപ്പോൾ മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചതാണ് ഇലക്ഷൻ്റെ അന്ന്. പ്രകാശ് ജാവദേക്കറുമായി ബന്ധപ്പെട്ടതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഞാനും 6-7 പ്രാവശ്യം പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടുണ്ട്. എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുന്നത്? അല്ല, കേന്ദ്രമന്ത്രി അല്ലല്ലോ. കേരളത്തിലെ BJPയുടെ ചുമതലയുള്ള, സംഘടനാ ചുമതലയുള്ള ആളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തിനാണ് 5-6 പ്രാവശ്യം കാണുന്നത്? എന്തിനാണ് ജയരാജനെ കണ്ടതിന് ന്യായീകരിച്ചത്? അപ്പോൾ ജാവദേക്കറെ കണ്ടതിന് ജയരാജനെ പുറത്താക്കുമെങ്കിൽ മുഖ്യമന്ത്രി കൂടി ജാവദേക്കറെ കണ്ടെന്ന് നിങ്ങളോടല്ലേ പറഞ്ഞത്? ഇലക്ഷൻ്റെ അന്ന് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. ഇലക്ഷൻ്റെ അന്ന്, തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് നിങ്ങളോട് പറഞ്ഞു, ഞാനും 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന്. എന്തിനാണ് മുഖ്യമന്ത്രി കാണുന്നത്? അപ്പോൾ BJPയുമായിട്ടുള്ള ബന്ധം EP ജയരാജനുണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്കുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആർക്കാണുള്ളത്? ഓഫീസുമായി ബന്ധപ്പെട്ട ഉപജാപക സംഘത്തിലെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGPക്ക്. പിന്നെ ഒരാരോപണം ഞങ്ങൾ ഉന്നയിച്ചു. BJPയെ തൃശ്ശൂരിൽ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് തൃശ്ശൂർ പൂരം പോലീസ് കലക്കിയത്. ഞാൻ ഉന്നയിച്ച ആക്ഷേപമാണെന്ന് പ്രതിപക്ഷം, ഞങ്ങളെല്ലാവരും ചേർന്ന് ഉന്നയിച്ചതാണ്. UDF ഞങ്ങളെന്താ പറഞ്ഞത്? രാത്രി മുഴുവൻ ഒരു കമ്മീഷണർ കിടന്ന് അലങ്കോലം ഉണ്ടാക്കായിരുന്നു പൂരം കലക്കാൻ. 2 മന്ത്രിമാരുണ്ടായിരുന്നു ഈ മന്ത്രിസഭയിൽ തൃശ്ശൂരിൽ, അവരെ അനങ്ങി കൊടുത്തില്ല. ഈ കമ്മീഷണർ ഇങ്ങനെ അലങ്കോലം ഉണ്ടാക്കുന്നത് മുഖ്യമന്ത്രി അറിയില്ലേ? എവിടെയാണെങ്കിലും ഈ സംസ്ഥാനത്തുണ്ടായിരുന്നല്ലോ. മുഖ്യമന്ത്രി രാവിലെ 11 മണിക്ക് മുതൽ മടത്തി വരവ് തൊട്ട് കുഴപ്പമുണ്ടാക്കുകയാണ് ഈ കമ്മീഷണർ. എന്നിട്ട് മുഖ്യമന്ത്രി അനങ്ങിയില്ല, DGP അനങ്ങിയില്ല, ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP അനങ്ങിയില്ല, ആരും അനങ്ങിയില്ല. വെളുപ്പാൻ കാലം വരെ ഈ പൂരം കലക്കി. ആ പൂരം കലക്കി BJPയുടെ കയ്യിലേക്ക് കൊടുത്തു എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു. BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു CPM MLA അതേ ആരോപണം ഉന്നയിക്കുകയാണ്. ഇതൊക്കെ പ്രതിപക്ഷം പറഞ്ഞതാണ്. ഇതെല്ലാം പ്രതിപക്ഷം പറഞ്ഞതാണ്. നിങ്ങൾ ഓൺ റെക്കോർഡാണ്. നിയമസഭയിലും പുറത്തും ഞങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മാധ്യമപ്രവർത്തകരോട്. തൃശ്ശൂർ പൂരം കലക്കിയത് CPMനെ സഹായിക്കാൻ വേണ്ടി CPM നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ CPM MLA പറയുകയാണ് നിഷേധിക്കേണ്ട മുഖ്യമന്ത്രി. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ്? ഇത്രമാത്രം അധപ്പതിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ആരോപണം വന്നു, ഇപ്പോൾ വീണ്ടും സ്വർണ്ണക്കടത്ത്, കൊലപാതകം, BJPയുമായിട്ടുള്ള ബാന്ധവം, തൃശ്ശൂർ പൂരം കലക്കൽ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് നേരെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാണ്. പണ്ട് പോകണ്ടായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം. ഈ സ്വർണ്ണ കള്ളക്കടത്ത് ആരോപണം വന്നപ്പോൾ അന്ന് കേന്ദ്ര ഏജൻസികൾ സഹായിച്ച് രക്ഷപ്പെട്ട, BJPയുടെ സഹായത്തോടുകൂടി രക്ഷപ്പെട്ട. ഇനി ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. എന്താണ് SP-യും പത്തനംതിട്ട SP-യും ഈ CPM MLA-യും തമ്മിൽ നടത്തിയ സംഭാഷണം ഞെട്ടിക്കുന്ന സംഭാഷണമല്ലേ? ADGP-യുടെ അളിയന്മാർ പൈസ ഉണ്ടാക്കുന്നു,
എല്ലാ വൃത്തികേടിനും കൂട്ടുനിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനെല്ലാം കൊടപിടിച്ചു കൊടുക്കുന്നു. പഴയ തൃശ്ശൂർ റേഞ്ചിലൊക്കെ മുഴുവൻ വച്ചിരിക്കുന്ന SP-മാർ എല്ലാവരും ഇതുപോലത്തെ ആളുകളാണ്. ഒരു SP മറ്റ് SP-മാരെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, ADGPയെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, MLA പറയുന്നു. പോലീസിൻ്റെ വയർലെസ് സന്ദേശം കൊണ്ടുപോയ കട്ടെടുത്ത ഓൺലൈൻകാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ക്രമസമാധാന ചുമതലയുള്ള ADGP 2 കോടി രൂപ മേടിച്ചെന്താണ്. കേരള പോലീസ് അറസ്റ്റ് ചെയ്യാൻ പൂനെയിലും ഡൽഹിയിലും ചെന്നപ്പോൾ ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP ഒറ്റിക്കൊടുത്തു. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇത് പ്രതിപക്ഷമാണെങ്കിലല്ല നിങ്ങൾക്ക് വിഷമമുള്ളൂ. ഇത് CPM-ൻ്റെ MLA ആരോപണം ഉന്നയിക്കുക. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് ആ MLA, മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാണ് ആ MLA.